വെൽക്കം ടു 21 ഡേയ്സ് ടാരോട്ട് സീരീസ് പ്രിപ്പയർ ടു മാനിഫെസ്റ്റ് ഡേ 2. ഇന്ന് വന്നിരിക്കുന്ന കാർഡ് 4 ഓഫ് സോഡ്സ് ആണ്. ഈ കാർഡ് നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നത് നിങ്ങൾ കാമായിരിക്കേണ്ട ഒരു ടൈമാണ്. നിങ്ങളിപ്പോൾ എന്തൊക്കെ ഘട്ടങ്ങളിലൂടെ കടന്നു പോവുകയാണെങ്കിലും ഒന്ന് പോസ് ആൻഡ് റിഫ്ലക്റ്റ് എന്ന് പറയാം. ഒന്ന് പോസ് ചെയ്ത് നിങ്ങളുടെ ജീവിതം വിലയിരുത്തുക. നിങ്ങൾ ഓരോ കാര്യങ്ങളെയും എങ്ങനെയാണ് ഫേസ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഓവർകം ചെയ്യുന്നത്, എങ്ങനെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്, അതിന് നിങ്ങളൊന്ന് പോസ് ചെയ്യുക. കുറച്ചുകൂടെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഈ റഷ് ആയിട്ടുള്ളൊരു ലൈഫിൽ നിന്ന് നിങ്ങൾക്കൊരു മാറ്റം ഉണ്ടാവണം. മാനിഫെസ്റ്റ് ചെയ്യാന്ന് പറയുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ കാമാക്കുക. ഏതൊരു സാഹചര്യത്തിലും കാമായിട്ടിരിക്കുന്ന ഒരാൾക്കാണ് ഈസി ആയിട്ടെല്ലാം മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ഡെയിലി ഒരു മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുക. ഒരു 2 മിനിറ്റ്സ് ആണ് നിങ്ങൾക്ക് അതിന് ആവശ്യം വരുള്ളൂ. 2 മിനിറ്റ്. ബട്ട് അത് നിങ്ങളുടെ ലൈഫിൽ വളരെയധികം മാറ്റം ഉണ്ടാവും. നിങ്ങൾക്ക് വേണ്ടി ഒരു 2 മിനിറ്റ് നിങ്ങൾക്ക് ലൈഫിൽ സ്പെൻഡ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ അതെന്തൊരു നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കാത്തൊരു കൈൻഡ് ഓഫ് വേ ആണ്. അതുകൊണ്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ ശ്വാസത്തെ, നിങ്ങളുടെ ബ്രീത്തിങ്ങിനെ ശ്രദ്ധിക്കുക എന്നുള്ളത്. ഈവൻ ദേഷ്യം വരുമ്പോഴോ സഡനായിട്ട് എന്തിനെങ്കിലും റിയാക്ട് ചെയ്യുമ്പോഴോ ഫസ്റ്റ് ഓഫ് ഓൾ അത് ആലോചിക്കല്ല, ഒന്ന് ബ്രീത്തിനെ, നിങ്ങളുടെ ശ്വാസത്തിനെ ശ്രദ്ധിക്കുക. അപ്പോൾ തന്നെ നിങ്ങളുടെ മൈൻഡ് കുറച്ച് കാമാവും. ആവശ്യമില്ലാത്തതിന് റെസ്പോൺസ് കൊടുക്കാതെ ആവും. അതുപോലെ ഡെയിലി ഒരു 2 മിനിറ്റ്സ് ഒന്ന് മെഡിറ്റേറ്റ് ചെയ്യുക. പുറമേ ഉള്ളതെല്ലാം കേൾക്കാതെ അങ്ങനെ ഫോക്കസ്ഡ് ആവണം എന്നല്ല മെഡിറ്റേഷൻ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങളൊന്ന് റിലാക്സ് ആവുക. ചുറ്റുമുള്ള ശബ്ദങ്ങളൊക്കെ കേൾക്കാം, അതുകൊണ്ട് ഫ്രസ്ട്രേറ്റഡ് ആവണ്ട. ബട്ട് നിങ്ങൾ അതെല്ലാം ഒന്ന് ശ്രദ്ധിക്കുക. ഒരു 2 മിനിറ്റ് നിങ്ങളുടെ ബ്രീത്തിങ്ങിനെ ശ്രദ്ധിക്കുക. ചുറ്റുമുള്ളതെല്ലാം കേട്ടാലും ഫ്രസ്ട്രേഷൻ വേണ്ട. ഒന്ന് കാമായിട്ട് മൈൻഡ് കൊണ്ടുവരിക. കാമായിട്ടുള്ളൊരു മൈൻഡിനാണ് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ളൊരു മൈൻഡ് ഉണ്ടാവുള്ളൂ. കാമായിട്ടുള്ളൊരു വ്യക്തിക്കാണ് ഈസി ആയിട്ട് മാനിഫെസ്റ്റ് ചെയ്യാനും അതേപോലെ അവരുടെ ചിന്തകളിൽ ഒരു വ്യക്തതയും ക്ലാരിറ്റിയും ഉണ്ടാവുള്ളൂ. എന്ത് വേണം, എന്താണ് നിങ്ങൾക്ക് നേടേണ്ടതെന്നുള്ളൊരു ക്ലാരിറ്റി കിട്ടണമെങ്കിൽ നിങ്ങളുടെ മൈൻഡ് കാമാവണം. ഏതൊരു സിറ്റുവേഷനിലും കാമാവണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഇന്നർ വർക്ക് ചെയ്യണം. അതായത് നിങ്ങളുടെ ഇന്നർ പേഴ്സണാലിറ്റി ഇമ്പ്രൂവ് ചെയ്യാനുള്ള വർക്ക്. അതിൽ ഫസ്റ്റ് സ്റ്റെപ്പാണ് മെഡിറ്റേറ്റ് ചെയ്യുക എന്നുള്ളത്. ഒരു 2 മിനിറ്റ്സ് മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ തന്നെ ഡെയിലി നിങ്ങളത് കൺസിസ്റ്റൻ്റായി പ്രാക്ടീസ് ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിലൊരു വ്യക്തതയും നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്നുള്ളൊരു ക്ലാരിറ്റിയും ലഭിക്കും. സോ ഈ കാർഡ് നിങ്ങളെ ഗൈഡ് ചെയ്യുന്നത് അതാണ്. മെഡിറ്റേറ്റ് ചെയ്യുക. നിങ്ങളുടെ ശരീരവും മനസ്സും കുറച്ച് സമയത്തെങ്കിലും ഒന്ന് റിലാക്സ് ചെയ്യാനായിട്ട് അനുവദിക്കുക.